കൂട്ടുകാരെ, അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലത്താണ്. കൊല്ലത്ത് ആശ്രമത്തിലാണ്. നിങ്ങൾ കാണുമായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റോബോട്ടിക് എക്സ്പോ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്താണ്. അത് കൊണ്ടുവന്നിരിക്കുന്നത് ദ ഓഷ്യൻസ് ആണ്. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ ഈ വീഡിയോയിൽ കൂടി. ആ വീഡിയോ ആർക്കെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് തന്നെ 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ നമുക്ക് വിശാലമായിട്ടൊരു ഹാളാണ് കാണാൻ സാധിക്കുന്നത്. ആ ഹാളിൽ നിറയെ പക്ഷികളാണ്. നമ്മൾ സാധാരണ പക്ഷികളെ ഇങ്ങനെ തുറന്ന് ഇടാറില്ല, അല്ലെ, കൂട്ടില് അടച്ചിട്ടാണ് ലവ് ബേർഡ്സിനെയൊക്കെ നമ്മൾ വളർത്താറുള്ളത്. അപ്പം തുറന്നു വിടുമ്പോഴാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ അവരിങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കും. അതുപോലത്തെ വലിയൊരു ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ലവ് ബേർഡ്സിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബേർഡ്സിനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് വലിയൊരു ഹാളില്. അവർക്ക് ഇരിക്കാനായിട്ട് അവരവിടെ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ വേരുകൊണ്ടുള്ള കുറെ കാര്യങ്ങളും ശാഖകളും ഒക്കെ അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സൈറ്റാണ് കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും തിരക്ക് കൂട്ടി, എല്ലാവരും എവിടെ പോയാലും ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പൊ ഞാനും തിരക്ക് കൂട്ടി അവിടെ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വണ്ടി നിങ്ങൾ കണ്ടോ? ഇതെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെയാണെങ്കിൽ നീണ്ട ഒരു ക്യൂ ആയിരുന്നു. ഞാൻ സൺഡേ ആണ് പോയത്. ഭയങ്കര തിരക്കാണ്. ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും. കാരണം വർക്കിംഗ് ഡേയ്സിൽ അത്രയും തിരക്ക് കാണത്തില്ല. അപ്പം ഓഫുള്ള ഡേയ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ പോകുമ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസം പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അല്ലാത്തപ്പോൾ ജോലിയുള്ളവർ കൂടുതലും വർക്കിംഗ് ഡേയ്സിലാണ് പോകുന്നത്. ഈ കാണുന്നത് അച്ചിക്കുട്ടനാണ് കേട്ടോ. നീണ്ട ഒരു ക്യൂവിന് ശേഷം ഞാനും അച്ചിക്കുട്ടനെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ഒരു വിശാലമായിട്ടുള്ള ഹാള്, റോബോട്ടിക്കിന്റെ തന്നെ വിസ്മയ ലോകം. ഇത് കണ്ടോ നിങ്ങൾ? ഇതിൽ നമുക്ക് ഇങ്ങനെ തലയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, സെൽഫി എടുക്കാൻ പറ്റും. അപ്പം അതിനും ക്യൂ ആയിരുന്നു. ഞാനും നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നുണ്ട്, ആദ്യം നമ്മൾ കാണുന്ന റോബോട്ട് ഇതാണ്. ഒരെണ്ണമല്ല കേട്ടോ, ഇതുപോലത്തെ ഒരു 5-6 റോബോട്ടുകൾ ഇതുപോലെ ഉണ്ട്. ഓരോ റോബോട്ടിനെ നിയന്ത്രിക്കാനായിട്ട് ഓരോ ചേട്ടന്മാർ ഇറങ്ങിപ്പോകും. അപ്പൊ അവര് കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള റോബോട്ടുകളാണ്. ഇവര് പാട്ടിനനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യും, കൈയൊക്കെ ഇങ്ങനെ ചലിപ്പിക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുട്ടികളാണ് അതിന്റെ ചുറ്റും. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയായിരിക്കും. ശരിക്കും അവർ എൻജോയ് ചെയ്യും. ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞു തന്നട്ടെ, ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനും അറിയാനും ഈ ഒരു അവസരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ പറ്റുന്ന നല്ലൊരു അവസരമാണ്. ഇത് കണ്ടത് നായ്ക്കുട്ടിയാണ് കേട്ടോ. ഇത് റോബോട്ടിക് നായ്ക്കുട്ടിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ പോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ റോബോട്ടിക് നായ്ക്കുട്ടിയാണ് കേട്ടോ. ഇവരാണെങ്കിൽ ചാടും, ഡാൻസ് കളിക്കും, ഷെയ്ക്കാൻ്റെ വീടും, നമ്മൾ പറയുന്നതൊക്കെ ചെയ്യും. പാട്ടിനനുസരിച്ച് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്ത് ഞാനും ഷെയ്ക്കാൻ്റെ എടുക്കാൻ നോക്കിയതാണ്. എനിക്കൊരു ഷെയ്ക്കാൻ്റെ കിട്ടി, ഞാനും ഹാപ്പിയായി. അപ്പോൾ ഇതിന് ചുറ്റും കണ്ടോ ഇതുപോലെ നായ്ക്കുട്ടികളും ഒരുപാട്, റോബോട്ടിക് നായ്ക്കുട്ടികളും ഒരുപാടുണ്ട്. ഒന്നല്ല, എനിക്ക് തോന്നുന്നു 5-6 റോബോട്ടിക് നായ്ക്കുട്ടികളുണ്ട്. അങ്ങനെ ഞാനും അച്ചിക്കുട്ടനും അമ്മയാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു നായ്ക്കുട്ടി കിട്ടി. അച്ചിക്കുട്ടൻ പേടിച്ചു പോയി ചാട്ടം കണ്ടിട്ട് കേട്ടോ. അമ്മ എന്ന് പറഞ്ഞ നിലവിളിയാണ് അവിടെ കിടന്ന്. അതിനുശേഷം പൂർണ്ണ ശക്തിയോടുകൂടി ഞാൻ തിരിച്ചു വന്ന് നായക്കുട്ടിയെ അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടിയായിരുന്നു. നായക്കുട്ടി അടിക്കാനും നായക്കുട്ടി കഴുത്തിനൊക്കെ പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗുസ്തിയായിരുന്നു. അപ്പൊ കുട്ടികൾ തന്നെ ഇതൊന്ന് കാണുമ്പോൾ മനസ്സിലാവും, കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. കുഞ്ഞു പിള്ളേർ വരെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ണുണ്ടെങ്കിൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്. ഒരെണ്ണമല്ല, ഒരുപാടുണ്ട്. നല്ല രസമാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം ഇതൊക്കെ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കാണുന്നതുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞൊരു മിഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കുറെ നേരം ഇങ്ങനെ വായി നോക്കി ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇത് ദൂരെ നിന്ന് നോക്കിയപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ഇപ്പോൾ റോബോട്ടിക് ആയിട്ടുള്ള മെഷീനിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചത് എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഞാനും വെയിറ്റ് ചെയ്ത് ഞാനും അടുത്ത് പോയി നിന്ന് കേട്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു സെൻസറാണ്. ഡിക്റ്റേറ്റ് ചെയ്ത് സെൻസറിന്റെ സഹായത്തോടെ ഡിക്റ്റേറ്റ് ചെയ്ത്
ഓരോ കാര്യങ്ങളെ അങ്ങോട്ട് കൊണ്ട് കറക്റ്റ് പൊസിഷനിൽ വെക്കുന്ന അങ്ങനത്തെ സംതിങ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, മുതിർന്നവരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഇതിനെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതെങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, വർക്കിംഗ് മോഡൽ എന്താണെന്നുള്ളതും അതിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതൊക്കെ നമുക്ക് ഭാവിയിലും നമുക്ക് ഇപ്പൊ ഈ റോബോട്ടിക് ആയിട്ടുള്ള നായ്ക്കുട്ടികൾ, റോബോട്ടിക്കിന്റെ ഒരു കാലമാണല്ലോ, ടെക്നോളജി അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാണുന്ന എന്താണെന്നറിയാമോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ റോബോട്ടാണ്. എന്തിന്റെ റോബോട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ് കേട്ടോ. ഒരു പേനയൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈകളുടെ കൂട്ട് തന്നെ ഒരു ഹോൾഡർ അതിലുണ്ട്, അതിൽ പേന വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാങ്ക് പേപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആക്യുറേറ്റ്, നല്ല സൂപ്പർ ആയിട്ട് ഇതേപോലെ പിക്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല അടിപൊളി പിക്ചേഴ്സ് ഇതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതും എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇത് കണ്ടോ, ഇതും റോബോട്ട്സ്. നമ്മൾ നായ്ക്കുട്ടികളെ കണ്ടു, അല്ലാതെ മെഷീൻസ് കണ്ടു, പലതുണ്ട്. ഇതും റോബോട്ട്സ് തന്നെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് റോബോട്ട്സ് ഉണ്ട് കേട്ടോ. ഇതിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് വരാൻ തോന്നും. ഭയങ്കര ക്യൂട്ടാണ്. ഇത് നമ്മുടെ കണ്ണ് കണ്ടോ, ഇങ്ങനെ കണ്ണ് ചിമ്മുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആള് ചെറുതാണ് കേട്ടോ, പക്ഷെ ആള് വില്ലനാണ്. പാട്ടുണ്ട്, പാട്ടിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കറക്റ്റ് ഡാൻസിങ് കാണുന്നുണ്ട്. ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്ന വേറൊരു വിശാലമായ ഒരു ഹാളിലേക്കാണ്. ആദ്യം കാണുന്നത് തന്നെ ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുന്ന കടലമ്മയുടെ വീടാണ്. നമ്മളാരും കണ്ടിട്ടില്ലല്ലേ. അപ്പം കടലമ്മയുടെ വീട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 4 ചുറ്റിനും ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു ചുറ്റിനൊരു ബേസ് ഉണ്ട്. ബേസിൽ നമുക്ക് ഇരുന്ന് ഇത് കണ്ട കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നത്, നമുക്കും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു സെൽഫിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിങ്ങനെ നമ്മൾ ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്യുന്നതനുസരിച്ച് അവരിങ്ങനെ വീഡിയോ വിളിച്ചോളും. അപ്പം കയറി നിന്നപ്പോൾ ഡാൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അച്ചുകൂട്ടം നിന്നെങ്കിലും ആള് പിന്നെ കാല് മാറി. പിന്നെ അവസാനം അവനെ ഞാൻ എടുത്ത് നീക്കേണ്ടൊക്കെ വന്ന് പിന്നെ അവസാനം മൊമെന്റ് ചെറുതായിട്ട് ഡാൻസ് ചെയ്തു. പക്ഷെ എനിക്ക് ആദ്യം എന്തോ പോലെ തോന്നിയെങ്കിലും വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്. പക്ഷെ വെറുതെ നമ്മൾക്ക് ഇങ്ങനെ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ക്യാഷ് കൊടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ്. മൊത്തത്തിൽ 100 രൂപ ഞാൻ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് വേറെ അതിലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് ഇതുപോലെ ഉണ്ട്. ഇവരിങ്ങനെ ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുകയാണ്. അതിലും നല്ലൊരു എക്സ്പീരിയൻസ്, കണ്ണുകൾക്ക് കുളിർമയേക്കുന്ന നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മത്സ്യക്കന്യകള് വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ആരും ഇത് കണ്ടിട്ടുണ്ടാകില്ല, ഓൾമോസ്റ്റ് ആരും കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പം ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവർ ബ്രീത്തിങ്ങിന് വേണ്ടി മുകളിൽ പോയി നിന്നിട്ട് കുറച്ച് നേരം 3-4 സെക്കൻഡ് അവിടെ ബ്രീത്ത് ചെയ്ത് മാക്സിമം അവർ ബ്രീത്ത് ചെയ്ത് ഓക്സിജൻ പിടിച്ചത് അവർ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര രസം. എന്തൊരു പ്ലസന്റ് ആയിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ഭയങ്കര ഭംഗിയാണ്. ഞാൻ ചെന്നപ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചില ടൈമില് 2-3 പേര് ഇതില് ഒന്നിച്ച് ഡാൻസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്ന, നമ്മുടെ പേര് എന്താ, ഓഷ്യൻ എന്നാണ്. അപ്പൊ നമുക്ക് ഓഷ്യൻ, വെള്ളത്തിന്റെ അടിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ നമുക്ക് കാണാൻ ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ മീനെന്ന് പറയുന്നത് നമ്മൾ കണ്ടതും കാണാത്തതും ിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ്, ഒരു കുറഞ്ഞത് 10-50 വെറൈറ്റി മീനുകളുടെ തന്നെ വലിയൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചെറുതും വലുതുമായിട്ടുള്ള ഇതൊരു വലിയൊരു കൊമ്പനായിരുന്നു കേട്ടോ. ഭയങ്കര സൈസാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും. ഈ മീനുകൾ വെള്ളത്തിന്റെ അടിയിൽ, നമ്മുടെ കടലിന്റെ അടിയിലുള്ള മീനുകൾ നാം ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലേ, ഭയങ്കര ഭംഗിയാണ്. അവർക്ക് അവരുടെ കളേഴ്സും അവരുടെ ലൈൻസും ബോഡിയിലുള്ള ലൈനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, ഭയങ്കര രസമാണ്. അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ചെറുതും ഇപ്പം ഒരു ഇനത്തിൽപ്പെട്ട മീനിന്റെ തന്നെ ഒരു ശേഖരണമല്ല. അതിന്റെ ആ ഒരു അക്വേറിയത്തിൽ തന്നെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു 10-100 എണ്ണം ഒക്കെ കാണും. പിന്നെ വലുതാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു 3-4 മാത്രമേ വരുന്നത്. ബാക്കി എല്ലാം ഒരുപാടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര, എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഞാൻ ശരിക്കും പറയാം, നമുക്ക് മഴവില് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരാടില്ലല്ലോ, അതുപോലാണ് ഇത് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞു മീനുകളാണ്
ആണെങ്കിലും അവരുടെ കളേഴ്സ് കൊണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആ കളേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര രസം തോന്നും, എന്താ ഭംഗിയാണുള്ളത് കാണുമ്പോൾ. നമുക്ക് കാണുമ്പോൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മീനുകളാണ് കേട്ടോ. ബാച്ചുകൂടെ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്, കാരണം അത്രയും തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് വലിയൊരു ടണലാണ്. ടണൽ എന്ന് പറയുമ്പോൾ അക്വേറിയത്തിന്റെ ടണൽ, നമ്മുടെ ചുറ്റുപാടും റൗണ്ട് ചെയ്ത് തന്നെ കേർവ് ഷേപ്പില് ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള അക്വേറിയമാണ്. അതിൻ്റെ അകത്ത് നിറയും വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ കണ്ട മീനുകൾ എല്ലാം അതിന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചുറ്റിനും എന്താണ് വെള്ളത്തിന്റെ നടുക്ക് നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. നിറയെ മീനുകൾ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. നല്ല ഫസ്റ്റ് ടൈം ഒക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരിക്കും. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നല്ലൊരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആസ്വദിക്കണം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും. ഇതിൽ പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ, തിരക്കില്ലെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇതില് നമ്മൾ നോക്കുമ്പോൾ അറിയാം, 1-2 മീനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓൾറെഡി ചത്തുപോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട മീനിന്റെ കൂട്ടമാണിത്. അതിന്റെ ഭയങ്കര രസമാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ് ആ മീൻ. ചെറുതാണെങ്കിലും ആള് വില്ലനാണ്, നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ സ്റ്റാർ ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാർ ഫിഷിനെയൊക്കെ നമ്മൾ ഈ ടി വിയിൽ കാണുന്നതിലൂടെ നമ്മളിങ്ങനെ അടുത്ത് ഇത് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ അതിനെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതിന്റെ ആ ബോഡിയിൽ കാണുന്ന ആ ലൈൻസിന്റെ അകത്ത് തന്നെ കളേഴ്സ് ഉണ്ട്. അതൊക്കെ കാണാൻ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നത്. കടലിന്റെ അടിയിൽ പോലും ഇത്രയും സുന്ദരമായിട്ടുള്ള മീനുകൾ ഒരു രക്ഷയാണ് കേട്ടോ. ആ മീൻ ചത്തുപോയതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അവിടെ അനക്കമില്ലാതെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ ചിലതൊക്കെ എങ്ങനെയുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റാർ ഫിഷുകളൊക്കെ, നല്ല ഭംഗിയാണ്. അത് ഇവരിങ്ങനെ കിടക്കുന്നുണ്ടോ, അപ്പൊ എന്ത് രസമുണ്ട് ഒരു കാണാൻ. അവരുടെ അടിയിൽ ബോഡിയിൽ നല്ല വൈറ്റും ബ്രൗണും ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക തന്നെ നമ്മൾ ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ നേരെ ചെല്ലുന്നുണ്ടല്ലോ, വിശാലമായിട്ടുള്ള ഒരു എന്താ പറയാ, വലിയൊരു ഹാള് തന്നെയാണ് അത്. അതിനകത്ത് കിട്ടാത്തൊന്നുമില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട ഉപ്പ് കർപ്പൂരം മുതൽ ഈവൻ നമുക്ക് കാറ് വരെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള ഷോറൂം. അവിടെയാണെങ്കിൽ ഒരുപാട് വെച്ചാൽ നമുക്ക് 5 രൂപ മുതൽ 10 ലക്ഷം വരെയുള്ള സാധനങ്ങൾ വരെ നമുക്ക് കിട്ടും. 10 ലക്ഷം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കാറുകളാണ് കേട്ടോ. നമുക്ക് ഫുഡ് ഐറ്റംസ് ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും ഡ്രസ്സുകളായാലും നമ്മുടെ പ്ലേറ്റ്, ബെഡ്ഷീറ്റുകള്, കാർപ്പറ്റ്സുകള്, അതുപോലെ തന്നെ ചെറിയ ചെറിയ മെഷീനുകള്, അതുപോലെ കാറുകള്, കുട്ടികൾക്ക് വേണ്ട ടോയ്സ്, ഇതെല്ലാം തന്നെ ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ പറയുന്ന തൈകളില്ലേ, ചെടികളുടെ തൈകളുണ്ട്, മരങ്ങളുണ്ട്, പിന്നെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഇതിനെല്ലാം അവർ നമുക്ക് സാമ്പിളുകൾ നമുക്ക് തരും. ഇത് കണ്ടോ, ഇത് ഒരു രക്ഷയിൽ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അക്യൂറ സെറ്റിംഗ് ആണ് കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി കുഞ്ഞു മീനുകൾ, ഞാൻ പറഞ്ഞ മീനുകൾ ഇതാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഒരു അക്യൂറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളം നിറച്ച് മീനും മാത്രമല്ല, ഇതിനകത്ത് ആളെ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ, നല്ലൊരു കുഞ്ഞു പൂച്ച, ഒരു പൂച്ചയല്ല, ഒരു 3 പൂച്ചകൾ അതിനകത്ത് കിടപ്പുണ്ട് വെള്ളത്തിനടിക്ക്. ഭയങ്കര രസമാണ് അത് കാണാൻ. അവർ ആ പൂച്ചകൾ 3 പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ എന്റെ പൊന്നു ഒരു രക്ഷയില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ വിശാലമായിട്ടുള്ള ഒരു ഹോൾ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞില്ല, ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനം ശർക്കര വെട്ടി എന്തോ ആണ്, ശർക്കര വെട്ടിയാണ്. മറ്റേ ചുമയ്ക്കും ഇതിനൊക്കെ വേണ്ട ഐറ്റം ശർക്കര വെട്ടിയൊക്കെയാണ്. പിന്നെ ചെരുപ്പുകളും, പിന്നെ ഇത് കണ്ടോ, ഇത് ഒരു രക്ഷയില്ല, ധൈര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഓന്തും അതുപോലെ തന്നെ പാമ്പും വലിയൊരു തത്തയൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫിയൊക്കെ എടുക്കാം. എനിക്ക് ധൈര്യമൊന്നും ഇല്ലായിരുന്നു, ഞാൻ എടുത്തതും ഇല്ല. അപ്പം ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 80 രൂപയാണ് ഒന്നിനെ നമ്മൾ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് 80 രൂപയാണ്. ഒരുപാട് പേര് എടുക്കുന്നവരുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പാമ്പിനെയൊക്കെ തോളത്തിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി ആസ്വദിക്കാനായിട്ട് ഒരുപാട് റൈഡുകളുണ്ട്. റൈഡുകൾക്ക് എല്ലാം ക്യാഷ് കൊടുക്കണം കേട്ടോ, പേ ചെയ്യണം.
അപ്പം അച്ചുകുട്ടൻ തീരെ ചെറുതായതുകൊണ്ട് അവന് പറ്റിയ റൈഡുകളൊന്നും ഇല്ലായിരുന്നു. അവന് ട്രെയിനും അധികം കണ്ട വഴക്കുണ്ടാക്കിയെങ്കിലും നമ്മൾ നൈസ് സ്കിപ്പായി. അപ്പം നിങ്ങൾക്ക് മാക്സിമം പോപ്കോൺ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇത്. ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. അതുപോലെ മരണക്കിണറുണ്ട്, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. ഇവിടെ എല്ലാം പേ ഉണ്ട്, സെപ്പറേറ്റ് പേ ചെയ്തിട്ട് വേണം നമുക്ക് കാണാനും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു കോർണർ തന്നെ ഉണ്ട്. നമുക്ക് 3D ഷോ ഉണ്ട്. 3D ഷോയ്ക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. ഞാൻ തിരക്ക് മുഖേന എനിക്കിത് കാണാൻ സാധിച്ചില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ കഴിവതും പോകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഞാൻ വൈകിട്ടാണ് പോയത്, കുറച്ച് നേരത്തെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മരുഭൂമിയിൽ കൂടിയുള്ള ഒരു 3D ഷോ അങ്ങനെ എല്ലാം ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. നോക്കുക വരുമല്ലേ, അപ്പം നമുക്ക് ഫാമിലിക്കകത്ത് ഒരു 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 ചെറിയൊരു നിമിഷങ്ങൾ സ്പെൻഡ് എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചോണ്ട് പോയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 4 മണിക്കൂർ ഔട്ടിങ്ങിന് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യും കേട്ടോ ഈ ഒരു സ്ഥലം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് പോവാം. ഫാമിലീസിന് ഞാൻ പറഞ്ഞില്ലേ, ചെറുതും വലുതുമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് റോബോട്ടിക് ഷോ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത്, നമ്മുടെ സ്വന്തം മൈതാനത്താണ് കേട്ടോ. അപ്പം പോവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പൊക്കോളൂ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പം എന്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാൻ പറ്റും.